കോഴിക്കോട് വട്ടക്കിണറിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ ആക്രമിച്ച യുവാവ് ഇന്നലെ വീടിന് മുന്നിൽ നിന്ന് യുവതിക്ക് നേരെയായിരുന്നു ആക്രമണം. യുവതിയെ കയറി പിടിച്ച ഷെഫാദ് കടിച്ച് മുറിവേൽപ്പിച്ചു. പ്രതിയെ എത്തിച്ച പന്നിയങ്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ നാടകീയ രംഗങ്ങൾ. ഇന്നലെ പോലീസ് അവിടെ വരുന്ന സമയത്ത് പ്രതി ഉള്ളിലുണ്ട്. പക്ഷേ പോലീസുകാർ അവരടുത്തല്ല പോയത്, ഞങ്ങളടുത്ത് വന്ന് ചോദിച്ചു, പറഞ്ഞു, ഞങ്ങളോട് നമ്പർ വാങ്ങിച്ചു, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. എന്നിട്ട് ഇന്ന് രാവിലെ പോലീസുകാർ ഇവിടെ നിന്ന് ചോദിക്കുന്നത് നിങ്ങളെ കയ്യിൽ അവൻ്റെ ഫോട്ടോ ഉണ്ടോത്. ഞങ്ങൾ 5 ദിവസമായിട്ടുള്ളൂ എൻ്റെ മകൻ്റെ വീട്ടിലേക്ക് പോയിട്ട്. അപ്പം ഞങ്ങൾക്ക് അവൻ്റെ ഫോട്ടോ എടുത്തെടുക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ കൺമുമ്പിലാണ് അവൻ വീട്ടിലേക്ക് കയറിയത്. നാട്ടുകാർ പറഞ്ഞത് പോലീസുകാരോട് 1 വർഷമായിട്ട് ഇവന് ഇതെന്നെ പതിവ്, ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഞങ്ങൾ ഉറക്കം കെടുത്തി ഇരിക്കുന്നവനാണ് എന്നാണ് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. അത് ഞങ്ങളെ അവൻ്റെ കളി കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി അവൻ അത് തന്നെയാണെന്നാണ് തോന്നിയത്. മുബാറക്കുണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. മുബാർക്ക്, എന്താണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സോന, ഇന്നലെ രാത്രി 11 മണിയോട് കൂടിയിട്ടായിരുന്നു ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. ഈ വട്ടക്കിണർ, അതായത് ഫറൂഖ് സ്വദേശിയായിട്ടുള്ള, ബേപ്പൂർ സ്വദേശിയായിട്ടുള്ള വട്ടക്കിണർ ഭാഗത്ത് താമസിക്കുന്ന ഷെഫാദ് എന്ന് പറയുന്ന ഒരു യുവാവാണ് ഈ യുവതിയെ വീട്ടിലെത്തി കടന്ന് പിടിക്കുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് പരാതി. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. ഈ യുവതി വടകര സ്വദേശിയാണ്. ഇവർ വിവാഹശേഷം ഈ ഭാഗത്ത് വട്ടക്കിണർ ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. അവിടെ താമസിക്കുന്ന സമയത്ത് രാത്രിയിൽ കാറിലും മറ്റും മരുന്നുകൾ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് അയൽപക്കത്ത് താമസിക്കുന്ന ഈ ഷെഫാദ് എന്ന് പറയുന്ന യുവാവ് പെട്ടെന്നെത്തി കടന്നു പിടിക്കുകയും അത്തരത്തിൽ ശാരീരികമായി ആക്രമിക്കുകയും കഴുത്തിലടക്കം കടിച്ച് പരിക്കേൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതിനെ തുടർന്ന് ഇന്നലെ രാത്രി ഇവർ പോലീസിൽ വിവരം അറിയിച്ചിരുന്നു, പന്നിയങ്കര പോലീസിൽ. പക്ഷേ ഇന്നലെ രാത്രി പോലീസ് എത്തിയെങ്കിലും പ്രതിയെ പിടികൂടുന്നതിനോ അത്തരത്തിൽ യാതൊരുവിധ നടപടികളും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. ശേഷം ഇവരെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം പോലീസ് മടങ്ങുകയായിരുന്നു. ഇന്ന് രാവിലെ 11 മണി വരെ ഈ പ്രതിയുടെ വീട്ടിൽ സുരക്ഷിതമായി ഉണ്ടായിരുന്നു എന്നാണ് മാതാവ് പറയുന്നത്. പിന്നീട് ഈ പ്രതിയെ പിടികൂടാതായതോടെയാണ് ഇവർ രാവിലെ സ്റ്റേഷനിലേക്ക് എത്തിയത്. വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടാക്കുകയും ചെയ്തത്. ഇവർ കുടുംബമായി എത്തി തന്നെ എല്ലാവരും തന്നെ ഇവിടെ എത്തി സ്റ്റേഷന് മുൻപിൽ കുത്തിയിരിക്കുകയും പ്രതിയെ പിടികൂടാതെ ഇവിടെ നിന്ന് പോകില്ല എന്നുള്ള സാഹചര്യങ്ങളിലേക്കെല്ലാം കാര്യങ്ങൾ പോയി. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടെയാണ് പോലീസ് ഈ പ്രതിയെ പിടികൂടുന്നതിനായിട്ട് പരിസരത്താകെ തെരച്ചിൽ നടത്തുന്നത്. ഒടുവിൽ അല്പം മുൻപാണ് കോഴിക്കോട് ബീച്ച് പരിസരത്ത് നിന്ന് പ്രതിയെ പിടികൂടുന്നത്. ഈ പ്രതിയെ പിടികൂടിയ ശേഷം ഒടുവിൽ പന്നിയങ്കര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചപ്പോൾ കണ്ട നാടകീയ രംഗങ്ങളാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്നുള്ളതാണ്. വലിയ പ്രതിഷേധമാണ് കുടുംബക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായതെന്നുള്ളതാണ്. അതായത് 18 മണിക്കൂറോളം പ്രതിയെ പിടികൂടാനായില്ല. പ്രതി കോഴിക്കോടിന്റെ ടൗൺ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇപ്പോൾ അങ്ങനെ പ്രതിയെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മെഡിക്കൽ അടക്കം എടുത്തതിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളിലേക്കും കടക്കുക. എന്തായാലും ഒരു യുവതിക്ക് നേരെ രാത്രിയിൽ തന്നെ ഇത്തരത്തിൽ വലിയ ആക്രമണങ്ങൾ, ശാരീരികമായി തന്നെ യുവതിയെ വീട്ടിലെത്തി കടന്നാക്രമിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം ഉണ്ടാകുന്നു. ഇതിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്നിരുന്നാലും ഈ സ്റ്റേഷൻ പരിസരത്ത് തന്നെയാണ് ഞാനുമുള്ളത്. ഇവരെയാണ് പിന്നിൽ കാണുന്ന ഓട്ടോയിൽ മാതാവ് ഉണ്ട്. ആ മാതാവ് ഇവിടെ ഏറെ നേരം പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് അവർക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ്. നാട്ടുകാരും അതുപോലെ ജനപ്രതിനിധികളടക്കം ഉള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വലിയ പ്രതിഷേധമാണ് ഈ യുവാവിനെതിരെ നടന്നതെന്നുള്ളതാണ്. എന്തായാലും നാടകീയ രംഗങ്ങളാണ് നടന്നതെന്നാണ് മുബാറക്ക് പറയുന്നത്.